പ്യാരെ ബച്ചോ ആദാബ് MS സൊല്യൂഷന്റെ ഉറുദു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ പരീക്ഷാ പേപ്പറിൽ കോമൺ ആയിട്ട് പൊതുവെ വരുന്നൊരു ചോദ്യമാണ് കത്ത് എഴുതാനുള്ള ചോദ്യം. 4 മാർക്കിനായിരിക്കും പലപ്പോഴും കത്ത് എഴുതാനുള്ള ചോദ്യം വരിക. അപ്പോൾ എങ്ങനെ നമുക്കൊരു കത്ത് തയ്യാറാക്കുമെന്ന് വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നോക്കൂ, കത്ത് എഴുതുമ്പോൾ പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, മക്കാം വ താരീഖ്, ഡേറ്റ്, പ്ലേസ്. खत के दायम तरफ ऊपर मकाम और तारीख लिखे जाती है. കത്തിൻ്റെ വലത് ഭാഗത്ത് മേലെയായിട്ട് ഡേറ്റും എന്ത് ചെയ്യണം, ഡേറ്റും സ്ഥലവും എഴുതണം. മറ്റൊരു പോയിന്റ്, അൽക്കാബ് വ ആദാബ്, സല്യൂട്ടേഷൻ. അതായത് നമ്മളൊരു കത്ത് തുടങ്ങുമ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ അധ്യാപകനാണെങ്കിൽ റെസ്പെക്റ്റഡ് സാറ്, അല്ലെങ്കിൽ അമ്മക്കാണെങ്കിൽ ഡിയർ മദർ എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സല്യൂട്ടേഷൻ അൽക്കാബ് വ ആദാബ് നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. മുഖാതിബ് കേലിയെ എഹ്തിറാം കെ അൽഫാസ്, നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാക്ക് ആദ്യം തന്നെ തുടങ്ങുക. കൂട്ടുകാരനാണെങ്കിൽ പ്യാര ദോസ്ത്, ആദാബ് എന്നൊക്കെ എഴുതുന്നത് അതാണ് സല്യൂട്ടേഷൻ. മറ്റൊന്ന് ഇബ്തിദായി ജുംലെ, നമ്മൾ തുടങ്ങുന്ന വാക്കുകൾ, ഓപ്പണിംഗ് ലൈൻസ്. മിസാജ് പൂസി അവർ ഹൈരിയത്ത് ദറിയാഫ്ത് കർനെ കേലിയെ ജുംലെ, നമ്മൾ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ നിനക്ക് സുഖമാണെന്ന് കരുതുന്നു, എനിക്കിവിടെ സുഖം തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെല്ലാം എന്ത് ചെയ്യും, നമ്മൾ തുടങ്ങുന്ന ഓപ്പണിംഗ് ലൈൻസ് ആണ് മൂന്നാമത്തെ പോയിന്റ്. മറ്റൊന്ന് നഫ്സി മസ്മൂൻ, നമ്മൾ ഒരു മെയിൻ ബോഡി, നമ്മുടെ ഈ കത്തിൽ എന്ത് വിഷയമാണോ നമ്മൾ പറയുന്നത് എന്നുള്ള മെയിൻ ബോഡി കത്തിലുണ്ടായിരിക്കണം. ഖത്ത് കാ അസൽ മക്സദ് और തഫ്സീലാത്ത് യഹാം ലിഖി ജാത്തി ഹെ, കത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, അതിൻ്റെ വിശദീകരണങ്ങൾ എന്ത് ചെയ്യാം, ഈ ഭാഗത്ത് മെയിൻ ബോഡിയിൽ നമ്മൾ എഴുതുക. അവസാന ഭാഗം ഇഖ്തിതാം വ ഖാത്തിമ, ഇതിൻ്റെ ക്ലോസിങ് എൻഡിങ് ആണ് അവസാനം എഴുതേണ്ടത്. ദുആ ജവാബ് ഖത്തിക്ക് ഹ്വായിഷ് അപ്പിനെ നാമ്, നമ്മൾ എന്ത് ചെയ്യുക, താങ്കൾക്ക് എല്ലാവിധ ദുആകളും ഞാൻ നേരുന്നു എന്നെന്ത് ചെയ്യുക, അതുപോലെ തന്നെ താങ്കളുടെ മറുപടി കത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെല്ലാം ഈ അവസാനത്തിൽ എഴുതാം. ഇങ്ങനെയുള്ള 5 കാര്യങ്ങളാണ് നമ്മളൊരു കത്തിൽ പൂർണ്ണമായിട്ടും നമ്മൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടത്. ഇനി നോക്കൂ, ഒരു കത്തിൻ്റെ ചെറിയൊരു മോഡൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഉറുദു ഖത്ത് കാ ആസാൻ നമൂന, ഉറുദു കത്തിൻ്റെ ഏറ്റവും സിമ്പിളായ ഒരു മോഡൽ, സിമ്പിൾ ലെറ്റർ ടെംപ്ലേറ്റ് ആണ് കൊടുക്കുന്നത്. പ്യാരെ ദോസ്ത്, കൂട്ടുകാരനെ എഴുതുമ്പോൾ പ്യാരെ ദോസ്ത്, പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്നിട്ട് എന്ത് ചെയ്യുക, ദോസ്തിൻ്റെ നെയിം ഇവിടെ എഴുതി കൊടുക്കുക, നെയിം. ആദാബ്, അപ്പോൾ പ്യാരെ ദോസ്ത് സൽമാൻ ആദാബ്, അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സലാം പറയാം, ഇല്ലാതിരിക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, മേലെ വലത് ഭാഗത്തായിട്ട് ഡേറ്റും സ്ഥലവും എഴുതി കൊടുക്കുക. ഇനി ആപ് കൈസേ ഹേ, നിനക്ക് എങ്ങനെയുണ്ട്, ഹൗ ആർ യു എന്ന് ചോദിക്കുന്ന പോലെ നിനക്ക് എങ്ങനെയുണ്ട് ചോദിക്കാം. മേം യഹാം ബിൽക്കുൽ ഹൈരിയത്ത് സേഹും, ഞാൻ ഇവിടെ എല്ലാ നിലക്കും വളരെ സന്തോഷത്തിലാണ്. അവർ ഉമ്മീദ് കർത്താഹും കെ, ഞാൻ പ്രതീക്ഷിക്കുന്നു, ആപ്പ് ബി ഹൈരിയത്ത് സേഹുങ്കെ, നിനക്കും അവിടെ സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്കിവിടെ സുഖമാണ്, നിനക്കും സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇവിടെയാണ് നമ്മുടെ കത്തിൻ്റെ മെയിൻ ബോഡിയും എന്താണ് വിഷയം, എന്തിനാണ് ഈ കത്ത് എന്നതെന്ന് വിശദീകരിക്കേണ്ടത്. നമ്മുടെ ഇതിൻ്റെ ഈ ബോഡി ആയിരിക്കുന്ന ഈ ഭാഗത്താണ്. എന്നിട്ട് അവസാനം ഗർമേം സബ്കോ മേരാ സലാം കീജിയെ, വീട്ടിലെ എല്ലാവർക്കും എൻ്റെ സലാം പറയൂ. മുജെ ആപ്കെ ജവാബ് ഖത്ത് കാ ഇന്തസാർ രഹേ ഹേ, ഞാൻ നിൻ്റെ മറുപടി കത്തിനെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക, അവസാനം പറയാം. എന്നിട്ട് ഇവിടെ ആപ്ക പ്യാര ദോസ്ത് എന്ന് പറഞ്ഞാണ്ട് നമ്മുടെ പേരും സൈനും എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. ഇതാണ് ഒരു കത്തിൻ്റെ ഏറ്റവും ആസാൻ നമൂന, സിമ്പിൾ ടെംപ്ലേറ്റ്. ഇനി നോക്കൂ, നമ്മൾ കത്തിൻ്റെ തുടക്കത്തിൽ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ 3 പ്രയോഗങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. കത്തിൻ്റെ ഓപ്പണിങ്ങിൽ എപ്പോഴും കൊടുക്കാൻ പറ്റിയ 3 പ്രയോഗങ്ങൾ. ആപ് കൈസേ ഹോം, നിനക്ക് എങ്ങനെയുണ്ട്. മേം യഹാം ഹൈരിയത്ത് സേഹും, എനിക്കിവിടെ സുഖമാണ്. നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കും ഹൗ ആർ യു, ഐ ആം ഫൈൻ ഹിയർ എന്ന് ചോദിക്കാറുണ്ട്. ഉമ്മീദ് ഹേ കെ, ഞാൻ പ്രതീക്ഷിക്കുന്നു. ആപ് കെ ഗർ വാലെ സബ് ഹൈരിയത്ത് സേഹും, നിന്റെ വീട്ടിലുള്ളവരെല്ലാം എന്താണ്, വളരെ സന്തോഷത്തിലാണുള്ളത് കേട്ടോ. ഹാപ്പി എവരിവൺ അറ്റ് യുവർ ഹോം ഈസ് ഫൈൻ, നിന്റെ വീട്ടിലുള്ളവരെല്ലാം സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് ആപ്ക ഹത്ത് മില, നിന്റെ കത്ത് കിട്ടി. ബഡ്കർ ബഹൂത്ത് ഖുഷി ഹുയി, അത് വായിച്ചിട്ട് എനിക്ക് വളരെയധികം സന്തോഷമായി. റസീവ് യുവർ ലെറ്റർ ഹാപ്പി ടു റീഡ് ഇറ്റ്, നിന്റെ കത്ത് വായിച്ചിട്ട് എനിക്ക് വളരെ സന്തോഷമായി. ഈ പ്രയോഗം നമുക്ക് എല്ലാ കത്തിൻ്റെയും ഓപ്പണിങ്ങിൽ എഴുതി കൊടുക്കാൻ പറ്റും. ഇനി മറ്റൊന്ന് അതിൻ്റെ ബോഡിയാണ്, ദർമിയാം ജുംല, അതായത് ഓപ്പണിങ്ങിൻ്റെയും എൻഡിങ്ങിൻ്റെയും ഇടയിൽ ഉണ്ടാകുന്ന ദർമിയ, മിഡിൽ ജുംല, അതായത് ബോഡി എങ്ങനെയാണ്, അതിൻ്റെ പ്രയോഗങ്ങൾ 3 കൊടുക്കുന്നുണ്ട്. നോക്കൂ, മുജെ ആപ്കോ യേ ബത്താത്തെ ഹുയെ ബഹുത് ഖുഷ് രഹി ഹേ, എനിക്ക് നിന്നോട് ഇത് പറയാൻ വളരെയധികം സന്തോഷമുണ്ട്. ഒരു കാര്യം പറയുമ്പോൾ
ഐ ആം വെരി ഹാപ്പി ടു ഇൻഫോം യു ദിസ്. എനിക്ക് നിന്നോട് ഇത് പറയാൻ വളരെയധികം സന്തോഷമുണ്ട്. മറ്റു നോക്കൂ, തുമാരി ബഹുത്ത് യാദ് ആയി ഇസ്ലിയെ എ ഹത്ത് ലിഗ് രഹാഹും. നിന്നെ വളരെയധികം ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. മിസ്ഡ് യു എ ലോട്ട് സോ ഐ റൈറ്റിംഗ് ദിസ് ലെറ്റർ. നിന്നെ വളരെയധികം മിസ് ചെയ്തപ്പോൾ ഞാൻ ഈ കത്ത് എന്താണ് എഴുതുകയാണ്. എന്നത് ചെയ്യുക, എല്ലാ കത്തിലും എഴുതി കൊടുക്കാം. ആപ്പിക്കെ ദുആഓം സെ മെം യഹാം ബിൽക്കുൽ ടീക്കുഹും. നിന്റെ പ്രാർത്ഥന കൊണ്ട് ഞാൻ ഇവിടെ എല്ലാ നിലക്കും വളരെയധികം സന്തോഷവാനാണ്. വിത്ത് യുവർ ബ്ലെസ്സിങ്സ് ഐ ആം ഡൂയിങ് ഗ്രേറ്റ്. എന്നത് ചെയ്യുക, എല്ലാ കത്തിൻ്റെയും ബോഡിയിൽ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. മറ്റൊന്ന് ഇഖ്തിതാമി ജുംല, ക്ലോസിംഗ്, കത്തിന്റെ അവസാനം എന്തെല്ലാം ഉൾപ്പെടുത്താൻ പറ്റും. മുജെ ആപ്കെ ജവാബ് ഹത്ത് ക ഇന്തിദാർ രഹേഗ. ഞാൻ നിന്റെ മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ. ഞാൻ നിന്റെ മറുപടിക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് ഗർമേം സബ്കോ മേരെ തൊറഫ് സെ സലാം കഹേ. എൻ്റെ ഭാഗത്തു നിന്നുള്ള സലാം നിന്റെ വീട്ടുകാരോടൊക്കെ പറയൂ. നോക്കൂ, ഗിവ് മൈ റിഗാർഡ്സ് ടു എവ്രി വൺ അറ്റ് യുവർ ഹോം. നിന്റെ വീട്ടിലുള്ള എല്ലാവരോടും എൻ്റെ റിഗാർഡ് അറിയിക്കുക എന്നുള്ളത്. മറ്റൊന്ന് ഇൻഷാ അല്ലാ ജൽദി മുലാഖാത്ത് ഹോഗി. ഇൻഷാ അല്ലാ നിന്നെ എന്ത് ചെയ്യാം, ഞാൻ പെട്ടെന്ന് കാണാം. ഫിർ മിലെങ്കിൽ നിന്നെ എന്ത് ചെയ്യാം, പിന്നെയും കാണാം. അതാണ് ഗുഡ് വില്ലിംഗ് സി യു അഗൈൻ സൂൺ. ഇങ്ങനെ പ്രയോഗങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് തുടക്കത്തിൽ എഴുതാനുള്ളതും ബോഡിയിൽ എഴുതാനുള്ളതും ക്ലോസിംഗിൽ എഴുതാനുള്ളതും നമുക്ക് എല്ലാ കത്തിൽ നമുക്കിത് പ്രയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ പ്രിയ കൂട്ടുകാരും എന്ത് ചെയ്യുക, ഇതൊക്കെ ഉപയോഗിച്ചാണ്ട് നല്ല കത്തുകൾ എഴുതിക്കൊണ്ട് പഠിച്ച് പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്താനും മാർക്ക് വാങ്ങാനും വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയുള്ള ടെംപ്ലേറ്റുകളൊക്കെ നമ്മുടെ ഈ ചാനലിലൂടെ ഇനിയും പറയും. എല്ലാ പ്രിയ കൂട്ടുകാരും MS സൊല്യൂഷൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവർക്കും ശുക്രിയ.